സോ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിനിമ ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയാണ്. അതൊക്കെ മാർച്ച് 9 തിയേറ്ററിലെത്തിയ സിനിമയാണ്. നമുക്കറിയാം ഈ സിനിമയുടെ ആദ്യത്തെ പേര് ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു. പക്ഷേ ഭാരതം എന്ന പേര് അല്ലെങ്കിൽ ഭാരത് എന്ന പേരെടുത്ത് മാറണമെന്ന് സെൻസർ ബോർഡ് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും അതിന് അപ്പോൾ അത് ആ ഒരു പേരിൽ ഇതിനും കുറച്ച് പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കറിയാം. നമ്മളത് സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടുള്ള കാര്യമാണ്. സോ ആ ഒരു സിനിമയെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുമ്പായിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യം പറയാനാണ്. ലൈക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മലയാളം സിനിമയെക്കുറിച്ച് ലൈക്ക് ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് നന്നായി ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിലാണെങ്കിലും ഇപ്പോൾ തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും അവിടുത്തെ ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ്, അവിടുത്തെ പീപ്പിൾസ് ആണെങ്കിലും നമ്മുടെ സിനിമ നന്നായിട്ട് കാണുന്നുണ്ട്. അവർ ഇപ്പം നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് വൈ മലയാളം സിനിമ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കമ്പാരിസൺസ്. വൈ മലയാളം സിനിമ ഈസ് മച്ച് ബെറ്റർ ദാൻ അതർ ഇൻഡസ്ട്രീസ് എന്ന രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് കണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സോ ആസ് എ ഒരു മലയാളി അല്ലെങ്കിൽ ആസ് എ ഒരു മലയാളം ഇൻഡസ്ട്രി ലവ് ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. സോ തുടർന്നും ഇതേപോലെ നല്ല സിനിമകൾ ചെയ്തു പോകട്ടെ എന്ന് വിശ്വസിക്കുന്നു. സോ കമ്മിങ് ടു സിനിമ ഒരു സർക്കാർ ഉൽപ്പന്നം. ഞാൻ ഈ സിനിമ കാണാൻ പോകുന്ന ട്രിവാൻഡ്രത്തെ ഏരിയസ് പ്ലസിലെ രാത്രി 10:30 ഷോയ്ക്കാണ്. ഞാൻ ആദ്യ 2 ഷോസ് നോക്കിയപ്പോൾ ടിക്കറ്റ് ക്യാൻസലായി പോവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഏരിയസ് പ്ലസിലല്ല ഞാൻ പറയുന്നത്, വേറെ തിയേറ്ററിലാണ്. ഞാൻ സ്ഥിരം പോകുന്ന തിയേറ്ററിലാണ് നോക്കിയത്. പക്ഷേ ആ സമയത്ത് അവിടുത്തെ ഷോ ക്യാൻസലായി പോവുകയാണ് ചെയ്തത്. രാത്രിയിലത്തെ ഷോയ്ക്ക് പോകുമ്പോഴാണെങ്കിലും ലൈക്ക് വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടമൊന്നും ഇല്ലായിരുന്നു. ഒരു 5 പേര് 6 പേരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മിനിമം പീപ്പിൾ പോലും എത്തിയിട്ടില്ലായിരുന്നു. ആൻഡ് ആഫ്റ്റർ സിനിമ തുടങ്ങുമ്പോൾ ഏകദേശം 20ഓളം ആൾക്കാരുണ്ട് നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ലൈക്ക് നമ്മൾ ഇത്രത്തോളം പറയുന്നു ലൈക്ക് മലയാളം ഇൻഡസ്ട്രിയിലാണെങ്കിൽ ആക്ടേഴ്സിന് മാത്രമല്ല വാല്യൂ, നമ്മൾ ടെക്നീഷ്യൻസിൽ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇപ്പം സിനിമയിലെ ആക്ടേഴ്സിൻ്റെ ആക്ടിങ് എത്ര പോരെങ്കിൽ പോലും ടെക്നിക്കലായിട്ട് അവരെങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാറുണ്ട്. സോ ആ രീതിയിൽ ഇത്രയും നമുക്ക് അഭിമാനം തോന്നുന്ന കുറേ കാര്യം സംസാരിക്കും ഡിസ്കസ് ചെയ്ത് പോകുമ്പോഴാണെങ്കിൽ പോലും ലൈക്ക് ഈ ഒരു സിനിമ ഒരു ചെറിയ ബാനറിൽ കുറച്ച് ചെറിയ ആർട്ടിസ്റ്റുകളായിട്ട് വന്നൊരു സിനിമയാണ്. പക്ഷേ മേ ബി അതുകൊണ്ടായിരിക്കാം ലൈക്ക് ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രം മാറ്റി പല ലൊക്കേഷൻസ് ഇട്ട് നോക്കുമ്പോഴും ഈ രീതി തന്നെയാണ്. ലൈക്ക് വലിയ രീതിയിലുള്ള ബുക്കിങ്സും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക സപ്പോർട്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഈ സിനിമയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം ഇപ്പം ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ മേജർ റോൾ ചെയ്തിരിക്കുന്നത് സുബീഷ് സുബി എന്ന് പറഞ്ഞൊരു ആക്ടറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സപ്പോർട്ട് റോൾ ചെയ്യുന്ന ഒരു ആക്ടറാണ്. നമുക്ക് തീർച്ചയായിട്ടും ആ ചേട്ടൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ ലൈക്കും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ നമ്മളിപ്പോൾ എങ്ങനെയായിരിക്കും പുള്ളി കാണുന്നത് സെയിം അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളി കിട്ടിയിരിക്കുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവരെ ആ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്നൊരു ഇതാണ് കാണിക്കുന്നത്. ലൈക്ക് നമുക്ക് റിലേറ്റ് ആവുന്ന കുറേ കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ പണ്ട് ശ്രീനിവാസൻ സാറിൻ്റെ സിനിമയെ കാണുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനായിട്ടൊരു പോയിന്റ് എപ്പോഴും ഇവിടെ കാണും. സോ ആ രീതിയിലാണ് ഈ സിനിമയിൽ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം അവിടെ ഒരു ടെമ്പിളുണ്ട്, അവിടെ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ആൾക്കാർ പ്രാർത്ഥിക്കാൻ പോകുന്നതാണെങ്കിലും അവിടുത്തെ നാട്ടുകാരുടെ ബിഹേവിയേഴ്സ് ആണെങ്കിലും അവിടുത്തെ ആ വീട്ടിലുള്ള ആൾക്കാരുടെ ഡിസ്കഷൻസ് ആണെങ്കിലും കുട്ടികൾ തമ്മിലുള്ള ഇതൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ കണക്റ്റ് ആവുന്ന വളരെ സിമ്പിളായിട്ട് നമ്മളെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെ പോലെ തന്നെയാണ് തോന്നുന്നത്. 2 ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ലൈക്ക് നാമും നമുക്കൊന്ന് ലൈക്ക് അല്ലെങ്കിൽ നമുക്ക് 2 കുട്ടികളായതിനു ശേഷം ഗർഭം സ്റ്റോപ്പ് ചെയ്യുക, പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യുക എന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പണ്ട് കേട്ടുള്ള കാര്യമാണ്. സോ അത്രയും സിമ്പിളായിട്ട് നമ്മൾ പണ്ടുതൊട്ടേ കേൾക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് എലോബറേറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് ഈ സിനിമ. ഈ സിനിമയിൽ ലൈക്ക് ഒരു ആണാണ് പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം അയാളെ വൈഫ് പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതൊരു കോമഡി ആയിട്ടുള്ള രീതിയിൽ എടുത്തു വയ്ക്കുകയാണെങ്കിൽ എങ്ങനെ, കോമഡി ഡ്രാമ രീതിയിൽ എടുത്തു വയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, അതാണ് ഈ സിനിമ കാണിക്കുന്നത്. വളരെ നല്ല സിനിമ. ലൈക്ക് ഈ 1 മണിക്കൂർ 55 മിനിറ്റാണ് ഈ സിനിമയുടെ പ്ലേ ടൈം വരുന്നത്. ഈ 1 മണിക്കൂർ 55 മിനിറ്റ് വളരെ എൻഗേജിങ് ആയിട്ട് വളരെ എൻജോയബിൾ ആയിട്ടാണ് ഈ സിനിമ ട്രാവൽ ചെയ്ത് പോകുന്നത്. വളരെ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. കാരണം ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള കണ്ടന്റ് ആണെങ്കിലും നമ്മളത് ത്രില്ല് ചെയ്യുന്ന കണ്ടന്റ് ആണെങ്കിലും ഓക്കെ ഇനി എന്തൊരു തോട്ടൊക്കെ കൊണ്ടുവരുന്ന രീതിയിലാണെങ്കിലും നമുക്ക് ഈ സിനിമ നന്നായിട്ട് സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് നിങ്ങളുടെ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ സിനിമ ബാക്കി എല്ലാം വിട്ട് കഴിഞ്ഞാൽ ഇതിലെ പ്രൊഡ്യൂസർ ഈ സിനിമ ചെയ്യുന്നത് നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ മലയാളികൾ അത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മലയാളികൾ ആ സിനിമ തീർച്ചയായും സപ്പോർട്ട് ചെയ്യും എന്നൊരു തോട്ടിലായിരിക്കും തീർച്ചയായിട്ടും അയാൾ സിനിമ ചെയ്യുന്നത്. കാരണം ഒരിക്കലും ആരും കൈനഷ്ടം വന്നു സിനിമ ചെയ്യാറില്ല. സോ എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങളിത് പിന്നീട് എപ്പോഴും കാണാം, OTT കൂടെ കാണാം, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ കാണാം എന്നൊക്കെ വിചാരിച്ചാൽ തിയേറ്ററിൽ പോയി കാണുക. കാരണം നിങ്ങൾ ഈ സിനിമയ്ക്ക് ആദ്യമേ കൊടുക്കുന്ന സപ്പോർട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ പീപ്പിൾസ് ഒരു എന്താ പറയുക, ഇപ്പം ഇൻസ്റ്റാഗ്രാം പോലത്തെ സോഷ്യൽ മീഡിയസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മൂവി റിവ്യൂ നിങ്ങൾക്ക് നോക്കിയാറായിരിക്കും. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ വലിയ റിവ്യൂസ് ഒന്നും ഈ സിനിമയെക്കുറിച്ച് വന്നിട്ടില്ല. സോഷ്യൽ മീഡിയസിലാണെങ്കിൽ വലിയ ഡിസ്കഷൻസും വരുന്നില്ല. സോ ഇപ്പം സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ കൂടുതലും ഇതേപോലെ മൂവി റിവ്യൂസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ അതേപോലെ ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിലുള്ള അപ്ഡേറ്റ്സ് നോക്കിയിട്ടോ ആയിരിക്കും കൂടുതലും പോകുന്നത്, നല്ല മൗത്ത് പബ്ലിസിറ്റി. സോ ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ തീർച്ചയായും നിങ്ങളും ഈ സിനിമയിൽ കാണുക. നിങ്ങൾക്ക് ഈ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളും ഇങ്ങനെ സിനിമ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇങ്ങനെ സിനിമ വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു നല്ലൊരു സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. തീർച്ചയായിട്ടും വരുന്ന വീഡിയോ സപ്പോർട്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. ബൈ.